അല്ല സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാനസികാസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ ജിന്നു കയറിയതാണ് എന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് ന്യായം? എക്സ്റേ ഒക്കെ ഉണ്ടാക്കിയത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ. വേറെ ഏതോ ഒരു അദൃശ്യ ജീവി ഈ മനുഷ്യന്റെ അകത്ത് കയറി കൂടി ഇരിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ എക്സ്റേയും സ്കാനിങ് ഒക്കെ നിന്നു എറർ കാണിക്കും. ആണോ? എങ്ങനെയാണ് കണ്ടെത്തുന്നത്? രക്തം പരിശോധിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ? അവശിഷ്ടങ്ങൾ വല്ലതും പരിശോധിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ? ECGയിലൂടെ കണ്ടെത്താൻ പറ്റുമോ? സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ പറ്റുമോ? അതുപോലെ മറ്റെന്തെങ്കിലും ടെസ്റ്റിലൂടെ കണ്ടെത്താൻ പറ്റുമോ? ഒരാൾക്ക് എന്തോ ഒരു മാനസിക വിഭ്രാന്തി, എന്തോ ഒരു പ്രയാസമുണ്ട്, അത് ജിന്ന് കൂടിയതാണ് എന്ന് എങ്ങനെ കണ്ടെത്തും? ഞാൻ തുറന്നു പറയുന്നു, അങ്ങനെ കണ്ടെത്തുവാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അയാൾ സ്വയം വാദിക്കുന്നത് തനിക്ക് അദൃശ്യം അറിയുമെന്നാണ്. തനിക്ക് അദൃശ്യം അറിയുമെന്നാണ്. അദൃശ്യം അള്ളാഹ്ക്ക് മാത്രം അറിയുമെന്ന് വിശ്വസിക്കാതെ ഇസ്ലാമിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല. ആലിമുൽ ഗൈബ് ലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. പടച്ചോനാണ് അദൃശ്യജ്ഞാനി. അവനത് ആർക്കും അറിയിച്ചു കൊടുക്കില്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അത് അവൻ ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരിലൂടെ അറിയിച്ചു കൊടുക്കും എന്നല്ലാതെ നാട്ടുകാർക്കൊക്കെ വൈബറിയാൻ, അദൃശ്യമറിയാൻ ഒരു മാർഗം അല്ല വെച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മാർഗമില്ലാതെ അദൃശ്യ ജീവിയായ ഒരു ജീവി ദൃശ്യനായ ഒരു മനുഷ്യന്റെ അകത്ത് കയറിയിരിക്കുന്നു എന്ന് പറയാൻ ഭൗതികമായ കണ്ണുകൊണ്ട്, മൈക്രോസ്കോപ്പ് കൊണ്ട്, മറ്റെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നോക്കിക്കാണുവാൻ കഴിയാത്തൊരു സംഗതി ഇങ്ങനെ കയറിയിരിക്കുന്നു പറയണമെങ്കിൽ തനിക്ക് അദൃശ്യം അറിയുമെന്ന് വാദിക്കണം. ആ വാദിക്കുന്നവൻ പുളിക്കലങ്ങാടിയിൽ തന്റെ വീട്ടിൽ ഇവിടെ ഇരുന്നാലും വിദേശത്തിരുന്ന് മൊബൈൽ വഴി ഇങ്ങോട്ട് നിർദ്ദേശം കൊടുത്താലും ഏറ്റവും വലിയ ധിക്കാരമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? നിങ്ങളുടെ ചികിത്സ എന്താ? ജിന്ന് അകത്ത് കയറിയിരിക്കുന്നു. അടി ഇരിസിന് ഉത്തരവാദപ്പെട്ട ആളുകൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഒരു കൊലപാതകത്തിന് ഈ നാട് സാക്ഷിയാകേണ്ടിയിരുന്നു. എന്റെ സംഘടനല്ല, MSM വർഷങ്ങൾക്ക് മുമ്പ് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്, ഒരു അനുമോദന സമ്മാനമുണ്ട്. ഒരു വേള ആ സമ്മാനം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു പ്രവർത്തകനെയാണ് ഇവർ മൃഗീയമായി ക്രൂരമായി മലർത്തിയടിച്ചത്. ഞാൻ രണ്ടർത്ഥത്തിലാണ് പറഞ്ഞത്. ഒന്ന്, MSMന്റെ അവാർഡ് ഏറ്റുവാങ്ങാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. രണ്ട്, അത്രമാത്രം ബ്രൈറ്റ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു വരിലാണ് എന്തോ മാനസിക സ്വാസ്ഥ്യം ഉണ്ട് എന്ന് പറയുകയും എന്നിട്ട് അത് ജിന്നു കൂടിയതാണെന്ന് പറയുകയും അത് അടിച്ചറക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ജിന്നിനെ അടിച്ച് പരിക്കേൽപ്പിച്ച് പറഞ്ഞു വിടുമ്പോ മറ്റൊരു ഭാഗത്ത് ഇപ്പുറത്ത് ചില ജിന്നിനെ വിളിച്ച് നമ്മളെ സഹായിക്കണേ എന്ന് പറയുക ചെയ്യാം. ഇത് ഗുണ്ടായിസാണ്. എന്താ ഗുണ്ടായിസം? ചില ഗുണ്ടകളെ അടിച്ചൊതുക്കുമ്പോ അതിനുവേണ്ടി മറ്റു ചില ഗുണ്ടകളുടെ സഹായം തൊടുക. അതാണ് ഈ പറഞ്ഞത്. ഒരു ഭാഗത്ത് ജിന്നിനെ അടിച്ചിറക്കി പരാക്രമം കാണിച്ച് പുറത്താക്കുവാൻ ശ്രമിക്കുമ്പോ മറുഭാഗത്ത് ജിന്നിനെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് വിളിച്ചു സഹായം തേടാമെന്ന് വാദിക്കുക. അങ്ങനെ വാദിച്ചു വന്നിരിക്കുന്ന ആളുകൾ മട്ടാഞ്ചേരിയിലെ 8 നില പൊട്ടി. അവിടെ മാത്രമല്ല, പിന്നെ ചക്കര കാച്ചാൻ വന്നു ചക്കരപ്പറമ്പല്. അവിടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു കേട്ടോളി, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. പള്ളിപ്പടി ഉപ്പാപ്പാക്കാക്കണേ, അത് സഹായം തേട്ടമാണ്. അതുപോലെ തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, അത് സഹായം തേടലാണ്. അത് ശിർക്കല്ല എന്ന് ഞങ്ങളെ വാദം, ശിർക്കാണ് നിങ്ങളെ വാദം. അതേപോലെ ജിന്നെ സഹായിക്കണേ എന്ന് സഹായം തേടൽ ശിർക്കാണ് എന്നാണോ ശിർക്കല്ല എന്നാണോ നിങ്ങളെ വാദം? അത് നിങ്ങൾ പറയണ്ടേ? കൃത്യമായി പറയണം. എന്താ ചക്കരപ്പറമ്പ് പറഞ്ഞത്? ഞങ്ങളെ പള്ളിപ്പടി ഉപ്പാപ്പ കാക്കണേ എന്ന് വിളിക്കുന്നു. പള്ളിപ്പടിയിലെ ഉപ്പാപ്പാനെ ഞങ്ങൾ വിളിക്കുന്നു, മരിച്ചുപോയ ഉപ്പാപ്പാനെ. അദൃശ്യനാണ്. എങ്ങനെയാണ് സഹായിക്കാൻ നമ്മൾ കാണുന്നില്ല, അഭൗതികമാണ്. എന്നാൽ നിങ്ങൾ പള്ളിപ്പടിയിലെ ജിന്നിനെ വിളിക്കുന്നു, മലക്കിനെ വിളിക്കുന്നു. ഉപ്പാപ്പാനെ വിളിക്കുന്നത് ശിർക്കും ജിന്നിനെ വിളിക്കുന്നത് തൗഹീദുമാകുന്നത് എങ്ങനെ? അഥവാ ജിന്നിനെ വിളിക്കൽ ശിർക്കാണോ അല്ലേ? പറയണം, പ്രതികരിക്കണമെന്ന് ചക്കരപ്പറമ്പിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന് മുസ്ലിയാക്കന്മാർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. കുറച്ചുകൂടി കേട്ടോളി.
ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, 2 പുസ്തകവും ഞങ്ങളെ കയ്യിൽ പിടിക്കുന്നു. വ്യക്തമായി കണ്ടോളൂ, നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിലെന്താ പറഞ്ഞത്? മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം, എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള സഹായം പാടില്ല. അത് ശിർക്കാണ്. ജിന്നിനോട് മലക്കിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് കുഞ്ഞീദ് മദനിയുടെ ഈ പുസ്തകത്തിൽ കൃത്യമായി എഴുതി വച്ചിട്ട് നിങ്ങളുടെ ജബ്ബാർ മൗലവി ഇതിൽ പറയുന്നത് ജിന്നെ രക്ഷിക്കണേ. അത് പ്രാർത്ഥനോ സഹായാർത്ഥനങ്ങൾ എന്തോ പേരിട്ടോ, അത് കൃത്യമായി ഒരു ശിർക്കുമല്ല എന്ന് എഴുതി വെച്ചു. അത് നിങ്ങൾ വിശദീകരണം പറഞ്ഞല്ലോ. നിങ്ങളെ വിശദീകരണം എന്താണ് നേരത്തെ വായിച്ചല്ലോ, ഞങ്ങൾ കൃത്യമായി വായിച്ചു കേട്ടോ. പത്രാധിപരുടെ മറുപടി അതിനെ വിശദീകരിച്ചു നോക്കുമ്പോ അതിനപ്പുറത്തായി. കാരണം എന്താ? അതൊന്നുകൂടി വിജനപ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികമായോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? തെറ്റാണ്. കുഞ്ഞീദ് മദനി പഠിപ്പിച്ച ആദർശത്തിന് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദം നിങ്ങൾ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ മുജാഹിദുകളുടെ പേരിൽ പ്രവർത്തിക്കുന്നവർ കുഴിച്ചുമൂടിയിരിക്കുന്നു എന്ന് അത് പറയാൻ മുസ്ലിയാക്കന്മാർക്ക് ധൈര്യം കൊടുത്തതാരാണ്? അവർക്കതിന് ചങ്കൂറ്റം കൊടുത്താരാ? അവർക്കതിന് തന്റേടം കൊടുത്താരാ? അവരാണ് ഈ അക്രമികൾ, ഈ നവയാഥാസ്ഥിക പുരോഹിതന്മാർ. കെ കുഞ്ഞീദ് മദനി സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആദർശപരമായി തൗഹീദിന്റെ കൂടെ നിന്നൊരു വ്യക്തിത്വം, മരിക്കുവോളം അത് വിട്ടുകൊടുക്കുവാൻ താല്പര്യമില്ലാത്ത മനുഷ്യൻ. ആ മഹാനുഭാവൻ വളരെ കൃത്യമായി എഴുതി വെച്ചത് അഭൗതികമായി അദൃശ്യമായി മനുഷ്യനെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ, മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും കഴിയില്ല. ആ വാദഗതികളെ കുഴിച്ചു മൂടിക്കൊണ്ട് വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ അവിടെ വല്ല ജിന്നോ മലക്കോ ഉണ്ടാകുമെന്ന് കരുതി പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അതിൽ അഭൗതികമില്ല, അത് ശിർക്കുമല്ല എന്ന് എഴുതി വെച്ചത് വേറൊരു മൗലവി. മറ്റവരല്ല, അടുത്ത നാട്ടുകാരനാ ജബ്ബാർ മൗലവി. മുസ്ലിയാരാണ്, കുറച്ചുകൂടി യോജിച്ച പേര്. പണ്ട് മുസ്ലിയാരായിരുന്നു, കുടുംബങ്ങളൊക്കെ മുസ്ലിയാക്കന്മാരാണ്. അവിടെ നിന്ന് കുറച്ചു കാലം മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാര്യക്കൂടി. എന്തിന്? ആദ്യ ജമാഅത്തിലാ കാര്യക്കൂടിയത്, അവിടെ നിന്ന് ആരും കിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാര്യക്കൂടി. എന്തിന്? ഈ പ്രസ്ഥാനത്തിലെ നവോത്ഥാന ചിന്തകന്മാരെ പിന്തിരിപ്പിച്ച് പഴയ യാഥാസ്ഥികതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ, പഴയ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ. ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ആ പണ്ട് നിന്നോടത്തിന് അവിടെ നിന്നോളി, മുജാഹിദ് പ്രസ്ഥാനത്ത് വെറുതെ ബുദ്ധിമുട്ടാക്കണ്ട. ഇസ്ലാഹി എന്ന പേരിൽ ഇറങ്ങുന്ന മാസികയിൽ ഇഫ്സാദ് മാത്രം, ലോകത്തിലെ ഏറ്റവും വലിയ ദുൽമ്, ഇന്ന ശിർക ലദുൽമുൻ അലീം, ആ ശിർക്കിന് തെളിവുണ്ടാക്കാൻ വേണ്ടി മാത്രം പേനയുന്നൊരു മനുഷ്യൻ. അദ്ദേഹവും ഇവിടെ സംസാരിച്ച നൗഷാദ് ഹസനിയുമായി ഒരു ചർച്ച അടുത്ത കാലത്ത് നടന്നു പോയിട്ടുണ്ടല്ലോ. ആരെയൊന്ന് വെള്ളം കുടിച്ചത്, എത്ര ലിറ്ററാണ് കുടിച്ചത്, എത്ര പ്രാവശ്യമാണ് മൂത്രമൊഴിക്കേണ്ടി വന്നത് തുടങ്ങിയ അതൊക്കെ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി. സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ കുടിച്ചു മൂടിയിരിക്കുന്നു. തീർന്നില്ല, ഇനിയും കേൾക്കാം, ബാക്കി കൂടി പറയട്ടെ. അതുകൊണ്ട് ഞങ്ങൾ അനസ് മൗലവിന്റെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുന്നു. അനസ് മൗലവി, നിങ്ങൾ ആൺകുട്ടിയാണോ? ഇതിന് മറുപടി പറ. നിങ്ങൾ പറഞ്ഞതാണ് മാറ്റിയിട്ടില്ല, ഞങ്ങൾ മാറ്റിയതാ തെളിയിച്ചത്. ഞങ്ങൾ മാറ്റി, നിങ്ങളൊന്ന് തെളിയിച്ചോക്ക്. ഞങ്ങൾ ഹറഫം അപ്പ മറുപടി പറയും. ഈ വിഷയം തന്നെ, അതവിടെ തന്നെ, അതിൽ മാറ്റല്ല. പള്ളിപ്പടി പാപ്പിയും അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഞങ്ങൾ കണക്കാണ്. ഞങ്ങൾ ഔലിയാക്കൾ വിളിക്കുന്നു ഞങ്ങളെ നേതാക്കളെ. നിങ്ങളെ നേതാക്കളെ ശൈത്താന്മാരെയും വിളിച്ചോളി. അവർ രണ്ടും ശരിയായില്ലേ? പിന്നെ അത് ഈ വിഷയക്കാണ്ടോ ഇപ്പൊ അവിടെ ഉള്ളത്? രണ്ടും കാണാത്തതാണ്. പള്ളിപ്പടി പാപ്പ കാണുന്നില്ല, അതുപോലെ തന്നെ പള്ളിപ്പടിയിലുള്ള ജിന്ന് കാണുന്നില്ല. നിങ്ങൾക്ക് അത് ശിർക്കല്ല, ഞങ്ങൾക്ക് ഇതും ശിർക്കല്ല. ജനങ്ങൾ പഠിക്കട്ടെ. അത് ഇല്ലെങ്കിൽ പറയും, ഞാൻ മലയാള പുസ്തകങ്ങൾ എടുത്തു വെച്ച് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾ മുങ്ങി. കാരണം മൂപ്പർക്കരെ മാറ്റിയിട്ടുണ്ട്. വീണ്ടും ആവർത്തിച്ച് പറയാം, ഇത് കുറച്ചൊന്നല്ല, കുറച്ചധികം ഉണ്ട്. പക്ഷേ മൗലവിമാരെ വേഷം കെട്ടി വന്നിരിക്കുന്ന നവയാഥാസ്ഥികർ,
അവരിന്ന് വെള്ളം കുടിക്കുക, വിയർക്കുക, വേറെ ഒരു മാർഗവുമില്ല. കൃത്യമായിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ പള്ളിപ്പടിയിലെ ഉപ്പാപ്പനെ വിളിച്ചു തേടുന്നു, നിങ്ങളെ ശൈത്താന്മാരും വിളിച്ചോളി. നമ്മൾ ആ ഭാഗം മറ്റ് ജിന്നാക്കാം. പള്ളിപ്പടിയിലെ ജിന്നിന് അതുപോലെ മലക്കിനെ നിങ്ങൾ വിളിക്കുന്നു, ഞങ്ങൾ ഉപ്പാപ്പാൻ വിളിക്കുന്നു. രണ്ട് ടീമിനെയും കാണുന്നില്ല. കാണാത്ത, എങ്ങനെയാണ് ഇങ്ങോട്ട് സഹായിക്കുക എന്നറിയാത്ത, അഥവാ അഭൗതികമായ, അദൃശ്യമായ, കുഞ്ഞീദ് മൗലവിയുടെയും കെ ഉമർ മൗലവിയുടെയും ഒക്കെ ഭാഷയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായം ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ തേടുന്ന തേട്ടം മുഹദ്ദീൻ ശൈഖിനോടും റിഫായി ശൈഖിനോടും പള്ളിപ്പടി ഉപ്പാപ്പാനോടും നിർവഹിച്ചാൽ ശിർക്കും, അവിടെ തന്നെയുള്ള മലക്കിനോടും ജിന്നിനോടും തേടിയാൽ അത് തൗഹീദുമാകുന്നത് എങ്ങനെ എന്ന ചോദ്യം തീർന്നില്ല. ഉസ്താദ് പിന്നെ പറഞ്ഞെന്നറിയോ, ഇത് ഞങ്ങൾ മടവൂരികളോടാണെങ്കിൽ ചോദിക്കൂലെന്ന്. കാരണം അവർ പറയുന്നു, മടവൂരികളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ ആദർശത്തിൽ തന്നെയാണ്. അവർക്ക് അവരുടെ ആദർശത്തിൽ മാറ്റം വന്നിട്ടില്ല. ജിന്നിനെ വിളിച്ച് തേടാമെന്നവർ പറഞ്ഞിട്ടില്ല, പറയില്ല. അതിനാൽ അവരോട് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ല. എന്നിട്ട് മുമ്പ് ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ടെന്നാ, നിങ്ങൾ രണ്ടുകൂട്ടരും കൂടി ഇപ്പൊ ഐക്യ ചർച്ച നടക്കണ്ടല്ലോ. മടവൂരികൾ കൂടി, അല്ലെങ്കിൽ നിങ്ങൾ മടവൂരികളുടെ കൂടെ അങ്ങോട്ട് കൂടിയാൽ, ഐക്യപ്പെട്ടാൽ നിങ്ങളെ ഈ വിഷയം വെച്ചിട്ട് ഞങ്ങൾക്ക് മടവൂരികളോടൊന്ന് ചോദിച്ചു വെക്കായിരുന്നു എന്ന് മുമ്പ് പ്രതീക്ഷ വെക്കുന്നുണ്ട്. കേട്ടോ, നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയൂല. നിങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. അത് മടവൂരികളാണ് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയില്ല. കാരണം എന്താ, മടവൂരികൾക്ക് വാദില്ല. അവർ നിങ്ങൾ ഐക്യ ചർച്ച നടത്തുന്നുണ്ടല്ലോ, വേഗം നടത്തി. എന്നാ മടവൂരികളോട് ഞങ്ങൾ പറയും, ആരോടും പറയും, നിങ്ങളൊന്ന് ഒന്നാവണം, എന്നാലും ഇത് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു, വ്യക്തമായി വിഷയം. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു. എവിടെ മൗലവി വ്യത്യാസം? ഈ പറയുന്ന ഒരിടത്തും പറഞ്ഞ അനസ് മൗലിയാരാളാ പറഞ്ഞത്, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ടീം ജിന്ന് എന്നൊരു വർഗത്തിനാണ് ഇല്ല എന്ന് പറഞ്ഞപ്പോ നിഷേധിച്ചപ്പോ ഖുർആനിലൊരു സൂറത്ത് തന്നെ സൂറത്തുൽ ജിന്ന് എന്നുള്ള പേരിലുണ്ട്, ജിന്ന് എന്നൊരു വർഗം ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. പച്ച നുണ, 916 പ്യൂരിറ്റിയുള്ള നുണ. അത് പറഞ്ഞു വെച്ച മനുഷ്യന് നേർക്കുനേരെ മുസ്ലിയാക്കന്മാരെ കണ്ടുകിട്ടിയപ്പോ മിണ്ടാൻ പറ്റുന്നില്ല. അവസാനം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിന്ന് കഴിച്ചിലാവണല്ലോ എന്നൊക്കെയുള്ളേ ഒരു പ്രതികരണം ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഉമർ മൗലവിയെയും കുഞ്ഞീദ് മദനിയെയും അവരൊക്കെ പഠിപ്പിച്ച ആദർശത്തെയും തള്ളിക്കളഞ്ഞിട്ട് ഉസ്താദ് ചോദിക്കുന്നുണ്ട്, ഉമർ മൗലവിയുടെ മക്കളെവിടെ? ഉമർ മൗലവിയുടെ മക്കളെവിടെ? ആ ആദർശം സ്വീകരിക്കുന്ന ആൺകുട്ടികളെവിടെ? നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം ജിന്നിൻ്റെതോ മനുഷ്യൻ്റെതോ എന്ന് അറിയണല്ലോ. എന്നിട്ടല്ലേ അതോർപ്പിക്കാൻ പറ്റുള്ളൂ. അതാണെങ്കിലോ കാണാനും പറ്റൂല. കേട്ടോ, അതിന് പ്രാർത്ഥന, അതാണ് സഹായാർത്ഥന. മനസ്സിലാണെങ്കിൽ അപ്പൊ ജിന്നിനോട് സഹായം തേടൽ, അതാണ് നിങ്ങൾ പറയേണ്ടത്. ജിന്നിനോട് പ്രാർത്ഥന പറ്റൂല, അതല്ല വാദം. ജിന്നിനോട് സഹായം തേടൽ. ജിന്ന് അദൃശ്യ ശക്തിയല്ലേ, അദൃശ്യ ശക്തിയാണെന്ന് പറഞ്ഞില്ലേ? ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണോ അല്ലേ? എന്റെ ഒറ്റ ആൺകുട്ടി ഇല്ലാത്തകളെ കൂട്ടത്തിലാ പറയാൻ വാദപ്പ് വിഷയത്തിൽ എഴുതണ്ടേ? ആ വിഷയത്തിൽ എഴുതണ്ടേ? എവിടെ വിഷയത്തിൽ നിങ്ങൾ എഴുതിയപ്പോ പ്രാർത്ഥന എന്ന് മാറ്റിമറിച്ച് എന്തിനാ? നിങ്ങളെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരുന്നു പേടിച്ചിട്ട്. അതൊന്ന് മാറ്റിയിട്ട് സഹായാർത്ഥനാക്കുങ്ങള്. ഞങ്ങൾ ബുക്ക് അവിടെ കൊടുന്നരാ. നിങ്ങൾ ഉമർ മൗലവിന്റെ ബുക്കായിട്ട് ഞങ്ങൾ വരാം. വായിക്കല്ല, അത് വാദങ്ങൾ മാറ്റ്, പ്രാർത്ഥന മാറ്റിയിട്ട് സഹായാർത്ഥന ഉണ്ടാക്ക്. അതല്ലേ തർക്കമുള്ള വിഷയം. തർക്കമില്ലാത്ത വിഷയത്തിൽ വാദപ്രയോഗം നടത്തണോ? പ്രാർത്ഥന അല്ലാലോട് ഞങ്ങൾക്ക് ആർക്കും തർക്കമുണ്ടോ? മുസ്ലിയാക്കന്മാര് 4ഉം 6ഉം ഒക്കെ അടിച്ച് മുന്നേറാനാണ്. മറ്റോരുള്ള വിക്കറ്റൊക്കെ കഴിഞ്ഞ് അവസാനം എങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് കടത്തുനിന്ന് കയറി കിട്ടിയാൽ മതി എന്നുള്ള കിക്കപ്പോ അനസ് മൗലിയാരെ മറുപടി എന്ന് കേട്ടോളി. എന്താ പുരാറിന്റെ മറുപടി? നേരത്തെ കെ സക്കരിയ സ്വലാഹി പറഞ്ഞുകൊടുത്ത ആദർശത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സകലമാന ജിന്നുവർഗത്തെയും പൂജിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മറുപടി എങ്ങനെ ഉരുണ്ടി രക്ഷപ്പെടാം എന്ന തന്റെ മെയ്വടക്കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണ്. കേട്ടോ, അപ്പൊ ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടി തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തൊരു പ്രാർത്ഥന ശിർക്കാണ്. അല്ല, അത് ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ വാദം
ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് അവിടെ നിൽക്ക് സാർ, അവിടെ നിങ്ങൾ, ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അവിടെ കേട്ടിക്കല്ലേ, എന്തായത് നിങ്ങൾ ഇങ്ങനെ? ഞാനിപ്പോ നിങ്ങളോട്, നിങ്ങൾ ആരാ അസനാക്കിയത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വരും, ഞാൻ ചോദിക്കലില്ല. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഇവിടെ വാദം കൃത്യമാണ്. ഇതൊരു പുതിയ വാദമോ പുതുതായി പറയുന്നതോ അല്ലെങ്കിൽ നേരത്തെ പറയാതെ മറച്ചു വെച്ചതോ ഒന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദത്തിന് എവിടെയെല്ലാം കരാർ എഴുതിയോ അവിടെയെല്ലാം കൃത്യമായി ഞങ്ങൾ എഴുതി. ഇവിടെ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടിത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹുവല്ലാത്തൊരു പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അല്ലാത്തൊരു ദുആ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ല. നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായി. നിങ്ങൾ അത് സഹായാർത്ഥന മാറ്റണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായി. ദുആ അല്ല എഴുതിയത്, അല്ലാതെ വാദം ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോന്നല്ല, വാദം ഉന്നയിച്ചിട്ടുണ്ടെന്ന്. അവിടെ അവസാനം തീരുമാനമായത് എന്താണ് എന്നതാണ്. അപ്പോ ഏതായിരുന്നാലും ഇവിടെ കൃത്യമാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല. ഞങ്ങൾ മാറ്റം വരുത്തി എന്നാണ് പറഞ്ഞത്. മാറ്റം വരുത്തിയെന്ന അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ 8 ഹെഡിൽ എഴുതിത്തരാം. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടിത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥന ശിർക്കാണ്. ഇത് ശിർക്കല്ല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. അപ്പോ അനസ് മുസ്ലിയാർ കൊടുത്ത മറുപടി കേട്ടല്ലോ. എന്താ മറുപടി? പള്ളിപ്പടി ഉപ്പാപ്പ രക്ഷിക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിളിച്ചു തേടുന്നതും മലക്കെ രക്ഷിക്കണേ, ജിന്നെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ പറഞ്ഞത്? മുസ്ലിയാർ ഒന്നുകൂടി ക്ലിയർ ആക്കി തരുന്നുണ്ട്, എങ്ങനെ മനസ്സിലാവുന്നല്ലേ. ബാക്കി ഞാൻ സക്കരിയ വെച്ച് തരാം. എന്താ ഒപ്പര് പറഞ്ഞത്? അത് ഒരു തരികട കളിച്ചതാണ്. ഇതുവരെ എഴുതിയത്, പ്രചരിപ്പിച്ചത്, പഠിപ്പിച്ചെന്നാ തന്നെ പൂജിക്കുന്നവരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിക്കുവാൻ ഏതു സൃഷ്ടികൾക്കും സാധിക്കുമെന്ന് നമ്മുടെ ജബ്ബാർ മുസ്ലിയാറായി എഴുതി വെച്ചത്. തന്നെ പൂജിക്കുന്നവരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിക്കുവാൻ ഏതു സൃഷ്ടിക്കും സാധിക്കും. സൃഷ്ടി പൂജ. എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് ഇവർക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അവസാനം വരായിരിക്കും. അത് വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത് ജിന്നെ രക്ഷിക്കണേ, മലക്കെ കാക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന ശിർക്കാണ്. പ്രാർത്ഥനയായാൽ ശിർക്കാകും, ആരാധനയാകുമ്പോൾ ശിർക്കാകൂല. സഹായം തേടലാകുമ്പോൾ ശിർക്കാകൂല, രക്ഷ ചോദിക്കലാകുമ്പോൾ ശിർക്കാവില്ല. ഞങ്ങൾ ഈ വിഷയം മുമ്പ് മുസ്ലിയാക്കന്മാരോട് പറഞ്ഞതാ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടുക, ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ കാവൽ തേടുക, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം തേടുക. ഇതൊക്കെ തേടല. അറബിയുടെ സാങ്കേതിക ഭാഷ പ്രകാരം ഇതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥമുണ്ട്. പക്ഷേ ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്, ദുആ ആണ്. ഇസ്തിഗാസ എന്ന് പേരിട്ടാലും